ഹായ്, എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇപ്പോൾ ഉള്ളതേ നമ്മുടെ ഷൊർണൂർ ഭാരതപ്പുഴ റോഡിലുള്ള പാരാമൗണ്ട് റെസ്റ്റോറൻറ്റിലാണേ. കൃഷിച്ചേട്ടനും കുടുംബത്തോടൊപ്പം ഞാനൊരു തോൽപ്പാവക്കൂത്ത് വ്ളോഗ് ചെയ്തല്ലോ, അതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു വ്ളോഗാണിത്. ചേട്ടൻ്റെ വീഡിയോ വന്നതിന് ശേഷം ഞാൻ പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചേട്ടൻ ചില യാത്രകളിലായതുകൊണ്ടും വേറെ ചില വ്ളോഗുകൾ ഓൾറെഡി പൈപ്പ് ലൈനിലുള്ളതുകൊണ്ടും എന്നോട് ആദ്യം പോസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. ചേട്ടൻ്റെ ശൈലിയിൽ പറയുകയാണെങ്കിലേ ഈ ഗഡിയോളുടെ ഫുഡ് അടി വീഡിയോസിൻ്റെ വലിയ ഫാനാണ് ഞാൻ. എന്തൊട്ട് ഫുഡ് അടി അല്ലേ! വിശപ്പില്ലെങ്കിലും ഇവരുടെ വീഡിയോ അങ്ങോട്ട് കണ്ടാ വിശപ്പാ വരും. ഗുരുവായൂര വെച്ച് നമ്മളൊരു ഫുഡ് വ്ളോഗ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് വെജല്ലേ, തവണ നമുക്ക് നോൺ വെജ് പഠിക്കാം. അങ്ങനെ നല്ല വെളുത്ത ഒരു പ്ലേറ്റ് തന്നെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഞാനൊരു ക്വാർട്ടർ കുഴിമന്തി പറഞ്ഞു. എനിക്ക് ഇടയ്ക്കൊക്കെ മന്തി കഴിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ്. പിന്നെ ചേട്ടനും ചേച്ചിയും കൂടിയും ഒരു ബിരിയാണിയാണ് പറഞ്ഞിരിക്കുന്നത്, ചിക്കൻ ബിരിയാണി. പിന്നെ അമ്മ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഒരു ഷെസ്വാൻ ഫ്രൈഡ് റൈസും പറഞ്ഞു. പിന്നെ ബാക്കി എന്തൊക്കെ പറയാമെന്ന് അതിന് ശേഷം നോക്കാം. പാരാമൗണ്ടിൻ്റെ വാണിയംകുളത്തുള്ള ഔട്ട്ലെറ്റിൽ ഒരു 4 തവണയെങ്കിലും പോയിട്ടുണ്ടെങ്കിലും ഷൊർണൂർ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. എന്തായാലും ഇവരുടെ ആംബിയൻസ് ഒക്കെ കൊള്ളാം. ഫുഡ് വരുന്ന വരെ ഞങ്ങൾ സമയം പോകാൻ ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അവിടെ ഒരു സ്ഥലത്ത് സൗത്ത് ഇന്ത്യൻ മീൽസ് ഞാൻ ലൈവിൽ ഞാൻ 2 പറഞ്ഞു 1500 പോട്ടെ. എന്നിട്ടില്ല, ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. 2 മിനിറ്റ് ഞങ്ങളുടെ വയറ് ജാമായി. അത്രയും പോയി വയറക്കി. മന്തി ബിരിയാണി ആവില്ല, ഫ്രൈഡ് റൈസ്. മതി, ബാക്കി റൈസ് എടുത്തോ. എനിക്ക് അൽഫാം മന്തിയോ പെരി മന്തിനേക്കാളൊക്കെ ഇഷ്ടം ഈ നോർമൽ കുഴിമന്തിയാണ്. അതും ആ ഒരു മന്തി റൈസും കൂടി ചേർന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഒന്ന് വേറെ തന്നെയല്ലേ. ഷെസ്വാൻ ഫ്രൈഡ് റൈസ് പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല എരിവാണെന്നാണ് അമ്മ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു നോർമൽ ഫ്രൈഡ് റൈസും കൂടി ഓർഡർ ചെയ്തു. ഇതാണ് ആ എരിവുള്ള ഫ്രൈഡ് റൈസ്. കഴിക്കുന്നവർ കൂടി വരാം. ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് സാമ്പിൾ നോക്കിയതേ ഉള്ളൂ. ഇപ്പോഴാണ് ശരിക്കും കഴിക്കാൻ പോകണം. ഉള്ളത് പറയാമല്ലോ, ഇവിടുത്തെ മന്തി കൊള്ളാം. പിന്നെ ഞാൻ അധികം ഒന്നും വ്ളോഗ് ഷൂട്ട് ചെയ്തില്ല കേട്ടോ. ഇന്നത്തെ എൻ്റെ മെയിൻ ഉദ്ദേശം കൃഷിച്ചേട്ടൻ്റെ ഫുഡ് വ്ളോഗിൽ ഒരു കഥാപാത്രമായി നിൽക്കണം എന്ന് മാത്രമായിരുന്നു. കൂട്ടത്തിൽ ഞാൻ ചെറുതായിട്ടൊരു വ്ളോഗ് എടുത്തു എന്ന് മാത്രം. ഇവിടുത്തെ സാലഡില്ലേ, അത് മന്തി റൈസ് ഉണ്ട്, അടിപൊളിയല്ലേ. മയണീസും അതെ, നോക്കിയില്ല. ചേച്ചി അവിടെ ബിരിയാണിയും മന്തിയും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യാം. ഇതുവരെ ആരും ചരിത്രത്തിൽ ട്രൈ ചെയ്തിട്ടില്ല. ഭക്ഷണപ്രിയരായിട്ടുള്ള ഇവർ 3 പേരെയും ഓരോ പുതിയ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ സന്തോഷത്തിനോടുപരി ഒരു ചെറിയ ടെൻഷനും ഉണ്ട്. കാരണം ഫുഡ് അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയെന്ന് നമുക്കറിയില്ലല്ലോ. ഭാഗ്യത്തിന് ഇന്ന് രാവിലെ പോയ കുട്ടൻചേട്ടൻ്റെ കടയിലാണെങ്കിലും ഉണ്ണിയപ്പ കടയിലാണെങ്കിലും പിന്നെ ഇവിടെയാണെങ്കിലും ഫുഡൊക്കെ ഇവർക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഫ്രൈഡ് റൈസിൻ്റെ കുറച്ച് എരിവ് കൂടുതൽ ഒഴിച്ചു നിർത്തിയ 3 സ്ഥലത്തും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എരിവുണ്ട്. ഇവരെല്ലാവരും നല്ല എരിവുണ്ടെന്ന് പറയുന്ന ഈ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. അമ്മ പറഞ്ഞത് ശരിയാ, ഷെസ്വാൻ നല്ല എരിവാ. വല്ലാത്തൊരു എരിവ് തന്നെ. ചേട്ടൻ ഇതിനിടയ്ക്ക് ഒരു പെപ്സി അങ്ങ് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. മന്തിക്ക് കഴിക്കുമ്പോൾ ഒരു പെപ്സി കുടിക്കുന്ന ശീലമുണ്ട് അത്രേ. എനിക്ക് പൊതുവേ ഇത് അത്ര വലിയ താല്പര്യം ഇല്ല. പക്ഷേ കേരളത്തിലെ ഒരു പ്രമുഖ ഫുഡ് ബ്ലോഗർ ഒഴിച്ചു തരുന്നതല്ലേ, അപ്പോൾ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് അമ്മയ്ക്ക് വന്ന ഫ്രൈഡ് റൈസ് കുറച്ചേ കഴിച്ചുള്ളൂ. അതുകൊണ്ട് ബാക്കി ഞങ്ങൾക്ക് 3 പേർക്കും തന്നു. എന്നാൽ പിന്നെ കുറച്ച് നോർമൽ ഫ്രൈഡ് റൈസും എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. രാവിലെ നമ്മൾ ഹെവി ആയിട്ട് തട്ടിയുണ്ട്. ഉച്ചക്കലത്തെ ഫുഡ് അടി എന്ന് പറയുന്നത്
എന്താ പറയുക ഒരു മാൻഡേറ്ററി ഫുഡ് അടി പോലെ. അല്ലാതെ ഒരുപാട് ഐറ്റംസ് ട്രൈ ചെയ്യാനുള്ളൊരു മൈൻഡില്ല. കാരണം രാവിലെ അമ്മമാര് ഹെവി കേരള കയറ്റി അല്ല നിങ്ങൾ അത്യാവശ്യം കഴിക്കുന്നുണ്ട്. രണ്ടാമത് കിട്ടിയ ഫ്രൈഡ് റൈസ് നന്നായിരുന്നു കേട്ടോ. അങ്ങനെ ആകെ മൊത്തത്തിലൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് പാരാമൗണ്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. ഗൂഗിളിൽ റിവ്യൂ ഇടുന്നത് നോക്കിയിട്ട് നമ്മളിപ്പോൾ പലപ്പോഴും ഫുഡ് കഴിക്കാൻ പോകാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇവിടുത്തെ റിവ്യൂ നോക്കിയപ്പോൾ വളരെ മോശമായിട്ട് കണ്ടത്, പക്ഷെ ഫുഡ് കൊള്ളാം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം. എൻ്റെ വ്ളോഗുകളെ സംബന്ധിച്ചിടത്തോളം അത്ര സ്ഥിരമായി കാണുന്ന കാഴ്ചകളാണ്. പക്ഷേ ചേട്ടനും അമ്മയ്ക്കും ചേച്ചിക്കും ഷൊർണൂരിൻ്റെ മെയിനായിട്ടുള്ള റെയിൽവേ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് നന്നായി ചുറ്റിക്കണ്ടു. ഞാൻ പറഞ്ഞല്ലോ ഞാൻ അധികം ഷൂട്ട് ചെയ്തിട്ടില്ല. ചേട്ടൻ്റെ വ്ളോഗിൽ കൂടുതൽ കാഴ്ചകൾ വരുവേ. തിരിച്ചു പോകും മുമ്പ് വീട്ടിലൊന്ന് കയറി കുറച്ച് സമയം അച്ഛനോടും അമ്മോടൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് അവർ ഇറങ്ങിയത്. ഇന്നങ്ങനെ ചേട്ടൻ്റെയും ഫാമിലിയുടെയും കൂടെ നല്ലൊരു ദിവസമായിരുന്നു. ഇനിയിപ്പോൾ അവർക്ക് ഗുരുവായൂർക്കുള്ള ബസ് പിടിക്കണം, അവിടുന്ന് നേരെ തളിക്കുളത്തേക്കും. ഇപ്പം എൻ്റെ വ്ളോഗിൽ വരാത്ത ചില കാഴ്ചകൾ ഹൃഷിച്ചേട്ടൻ്റെ വീഡിയോയിൽ ഉണ്ടാവും. കാരണം നമ്മൾ ആദ്യം ഇവിടെ അടുത്തുള്ള മൂലേക്കാവിലും പിന്നെ കുട്ടൻ ചേട്ടൻ്റെ ചായക്കടയിലൊക്കെ പോയി. അതൊക്കെ ഞാൻ ഓൾറെഡി മുമ്പ് ഷൂട്ട് ചെയ്തതുകൊണ്ടാണ് ഇത്തവണ ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്യാതിരുന്നത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഹൃഷിച്ചേട്ടൻ്റെ വീഡിയോയിലുണ്ടാവും. എൻ്റെ ഈ വ്ളോഗ് വരുന്നതിന് മുമ്പ് തന്നെ അത് റിലീസായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫുഡ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക്, കമൻറ്റ്, ഷെയറിലൂടെ ഒന്ന് അറിയിക്കുക. ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം.